കോൺഗ്രസിന്റെ ജന്മദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കൊല്ലം DCC ഓഫീസിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി അടക്കം 6 പേരെ KPCC അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ സസ്പെൻഡ് ചെയ്തിരുന്നു. നടപടി ഏകപക്ഷീയമായിരുന്നു എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെയും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും വാദം. എ ഗ്രൂപ്പിലെ നേതാക്കളുടെ പിന്തുണയും ഈ വാദത്തിന് ലഭിച്ചിട്ടുണ്ട്. DCCയിൽ നടന്ന ചടങ്ങിൽ പ്രതിഷേധമുണ്ടാകുമെന്ന കാരണത്താൽ പങ്കെടുക്കരുതെന്ന് അറിയിച്ചിട്ടും ഉണ്ണിത്താൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എത്തിയതാണെന്നും ഇതിനാൽ ഉണ്ണിത്താനെതിരെയും നടപടി ഉണ്ടാകണമെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ വാദം. എന്നാൽ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് സസ്പെൻഷനിലായവർ പറയുന്നത്. അല്ല, നടപടികളെ അല്ല ഇതിനകത്ത് പ്രധാനമായിട്ട്, അതായത് നമ്മൾ നടപടിയെടുക്കേണ്ടത് കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റിനെയും അതോടൊപ്പം തന്നെ മുൻ സർക്കാരിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും വളരെ പരസ്യമായ രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ അധിക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന, കേരളത്തിലെ സ്വന്തം ബൂത്തിൽ ഒരാൾ പോലും ഇല്ലാത്ത, ബൂത്ത് കമ്മിറ്റി പോലും സ്വന്തമായി ഇല്ലാത്ത രാജ്മോഹൻ ഉണ്ണിത്താനെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടത്. അതല്ലാതെ KSUവിന്റെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിസന്ധികളുടെയും അതോടൊപ്പം തന്നെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് രാപ്പകൽ വേല ചെയ്യുന്ന KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും അല്ല DCC പുറത്താക്കേണ്ടത്. ഉണ്ണിത്താൻ വിഷയം വരും ദിവസങ്ങളിൽ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചേക്കാം. റിപ്പോർട്ടർ, കൊല്ലം.